വ്യക്തമായ കാഴ്ചപ്പാടോടെ UDFിൻ്റെ പരാജയം മുൻകൂട്ടി മണത്തറിഞ്ഞ് UDFിന് അനുകൂലമായി എന്ത് വിഭവങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിന്തിരിപ്പൻ ശക്തിയും വർഗീയ നിലപാടുകൾ പരസ്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന SDPIയുടെ പിന്തുണ. SDPIയെ മുമ്പ് ലീഗിൻ്റെ നേതാക്കൾ ഞാൻ ഓരോരുത്തരും പറഞ്ഞതൊന്നും ഇപ്പോൾ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. മുനീർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ SDPIയെ തള്ളിപ്പറയുകയും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് മത്സരമെങ്കിൽ അതിനേക്കാളും നല്ലത് ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്നവരെയുള്ള പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. ഭീകര പ്രസ്ഥാനം എന്ന നിലയിലാണ് ലീഗ് തന്നെ അവരുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവരുടെ കോട്ടക്കിരയായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മരണത്തെ സംബന്ധിച്ചുൾപ്പെടെ പറയുന്നു. അതെല്ലാം മാറ്റിവെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ നേടാൻ ബോധപൂർവം നടത്തിയിട്ടുള്ള വ്യക്തതയോടുകൂടി വന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. കേരളത്തിൽ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനം ഇന്ന്.